ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കാണാൻ 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് മാറിയതിന് ശേഷം വരുന്ന ആദ്യത്തെ ഗസ്റ്റുകളാണ് കേട്ടോ ഇവർ. നമുക്കിന്ന് ആ ഗസ്റ്റുകളൊന്ന് പരിചയപ്പെടാം അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. വാ കാണിച്ചത്. ഇതാണ് നമ്മളെ കാണാൻ വന്ന ഗസ്റ്റ്. ഹായ്, ഗസ്റ്റിൻ്റെ പേരെന്തേനോ? ഗസ്റ്റ് അവിടെ ഗെയിം കളീൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകൾ കേട്ടോ. സ്പെഷ്യൽ ഗസ്റ്റുകളാണ് അല്ലേ. ഇത്ര കാലമായി കണ്ടിട്ട് അല്ലേ. അതെ അതെ. ജിനു വീഡിയോ എടുക്കുമെന്ന് അറിയാവുന്നോണ്ടാണോ പുതിയ ഡ്രസ്സ് കുഞ്ഞായിരുന്നു. ചായ എടുത്ത് കയ്യിലേക്ക് അപ്പൊ എന്നിട്ട് ക്ലാസ് അത് അങ്ങാടിപ്പുറത്തെ ഒരു ഭിന്നശേഷി സംഘമുണ്ട്. അപ്പൊ അതില് എല്ലാ തരം ഭിന്നശേഷിക്കാരും അവരുടെ പാരന്റ്സും അതിലൊരു ചെറിയ സംസാരം. അതെ, പാരന്റ്സിനുള്ള ഒരു പാരന്റ്സിനുള്ളതാണോ? അല്ലല്ല, രണ്ടു കൂട്ടർക്കും കൂടെ. അതെ അതെ അതെ, അതൊക്കെ കഴിഞ്ഞില്ലേ. അപ്പൊ കൂട്ടത്തിലൊന്ന് നൈസില് ഇവിടെ എടുത്താണ്ട് സുഖായില്ലേ. രണ്ടും കൂടെ ഒപ്പിച്ചാണ്ട് പോകുന്ന. അല്ല, അങ്ങ് നല്ല ദൂരം ഉണ്ട് അല്ലേ. ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? നമുക്ക് കിലോമീറ്റർ ആകുമ്പോ ഒരു 50-60 ഒക്കെ ഉണ്ടോ? അത്രയൊക്കെ ഉണ്ട്. 50 ഉണ്ടാവും എന്തായാലും. കാരണം എന്താ വെച്ചാൽ പരപ്പനങ്ങാടി ടു മലപ്പുറം, മലപ്പുറം ടു പെരിന്തൽമണ്ണ അങ്ങനെ വരണ്ടേ. മലപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് വേറായിരുന്നല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഇവരെ നിങ്ങൾക്ക് രണ്ടാളെ അറിയായിരിക്കും. ഇത് നമ്മുടെ വിനീതനായ ജയ്സൽ മാഷാണ് അല്ലേ. അപ്പൊ മാഷ് എന്ന് പറഞ്ഞാല് ഒരു അതുല്യ പ്രതിഭയാണ്. അതിലേക്ക് നമുക്ക് രണ്ടാമതായിട്ട് വരാം. ഇത് മാഷിന്റെ പ്രിയതമയായിട്ടുള്ള ജിലു എന്ന് പറയും, ഷോർട്ടായിട്ട് അല്ലേ. അതെ. അപ്പൊ മാഷേ പറയൂ. എന്നിട്ട് എന്തെല്ലാണ് ഇത്ര കാലമായി കണ്ടിട്ടില്ലേ? കൊറേ നാളായി. അതെ, ഷോർട്ട് ഫിലിം എടുത്ത് പിരിഞ്ഞതാ, പിന്നെ കണ്ടിട്ടില്ല. നമ്മളെ ഷോർട്ട് ഫിലിം അതെങ്ങനെ ഉണ്ട് അഭിപ്രായമല്ലോ? അത് നോക്കണ്ട. ഓട്ടോ കേറിയിട്ടേ റൂട്ട് ചെറുതായിട്ട് മാറിപ്പോയി. അതെ, വൈതെറ്റില്ല ചെറുങ്ങനെ. അത് നിങ്ങൾ ഫോൺ അടിഞ്ഞ ശരിക്കും ഞാൻ കേട്ടില്ലേനു. ഞാന് ഫോൺ ഇതാ വഴിയിൽ വെച്ച് അവിടെ പിയാപ്പിള വരിക നോക്കിയ തിരക്കേനു. എനിക്ക് തോന്നി അവിടെ ആയിരിക്കും. അന്നേരം വന്ന തിരക്കിലേനു. എന്നിട്ട് അവസാനം എത്തിയല്ലോ. പിന്നെ ലൊക്കേഷൻ നോക്കീനോ? ലൊക്കേഷൻ നോക്കി. ലൊക്കേഷൻ പൊളിയാട്ടോ. ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ആഫ്റ്റർ 300 meters ടേൺ ലെഫ്റ്റ്. അല്ല, അത് ഏതെങ്കിലും ഉൾവഴിക്ക് ലൊക്കേഷൻ നോക്കിയാ പണി കിട്ടുക ചെയ്യാ. ജയ്സൽക്കാ, ഈറ്റ വന്ന് വീട്ടിലേക്ക് വാങ്ങിയാലോ നമുക്ക്? പൊളിക്കൂലേ? സ്പോൺസർ ചെയ്യായിരുന്നു. ഇല്ല ഇല്ല, ഞാനിരുന്നിട്ട് ഒട്ടിക്കില്ല. എന്നാ പിന്നെ അത് സർട്ടിഫൈഡ് ആണ്. പിന്നെ ഇവര് ഇവിടെ പിന്നെ വരുമ്പോ ഇരുവോ ആട്ടം നിർത്ത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണ്ടാര പറഞ്ഞ പോലെ ലേസൽക്ക അവസരം തരാം. അതായത് പണ്ട് തന്നെ ജിലു ഇവിടെ വരുമ്പോ എനിക്ക് കുറെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം മിന്നുവിനുള്ള കുറച്ച് ക്ലാസ്സുകൾ കിട്ടുമെന്ന്. കാരണം വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു കുട്ടി പെട്ടെന്നുണ്ടാകുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അത് ഇതേപോലെയുള്ള പിന്നെ കാഴ്ച പരിമിതിയുള്ള അവർ പറയുമ്പോഴാണ് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുക അല്ലേ. ഇപ്പോൾ ജിലു ഇപ്പോൾ 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആ സമയത്ത് ഉണ്ടാവുമല്ലോ അല്ലേ. മാത്രമല്ല ഇവര് രണ്ടാളും 2 കുട്ടികളെ അടിപൊളിയായിട്ട് നോക്കി വളർത്തി അല്ലേ, സെറ്റാക്കി. അപ്പോൾ നിങ്ങളെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഉപദേശിച്ചോളൂ, ചുരുക്കി പറഞ്ഞാൽ അത് തുടങ്ങിക്കോ. കുറച്ച് ഞാനൊന്ന് പ്രാസം ഒപ്പിച്ചു ആണാ പഠിച്ചിക്ക്. ഇപ്പം ടെൻഷനൊക്കെ മാറിയില്ലേ അല്ലേ ബേച്ചാർ? ഇതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരേണ്ട തന്നെയാണ്. അതിനിപ്പോ എന്താണെങ്കിലും നോക്കി പരമാവധി സംഗതികൾ ഓലെക്കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതെ, അല്ല കുട്ടി ലേശം ഉഷാറായി വരുന്നതോടെ ഓളും അങ്ങനെ റെഡി കുറച്ചും കൂടെ വലുതായാലും കുറഞ്ഞു വരും. അതെ,
വെയിറ്റ് ഒക്കെ കൂടി. ഇനി ഒരു 90 കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും അല്ലേ ജിലു? 90 കഴിഞ്ഞാൽ പിന്നെ ഹംസക്ക് ഇട്ടുങ്ങാണ്ട് എവിടെ ആണേലും വീഡിയോ എടുക്കാൻ പോവാ. 90 കഴിയുമ്പോ എവിടെയും പോവാനാവില്ല. അതുവരെ അടുത്തൊക്കെ പോവാ, ദൂരക്ക് പോവാ. ഞാൻ നാളെ തന്നെ പോയാലോ? ജോലി കൊടുക്കണ 5 കിലോമീറ്റർ റേഡിയസിൽ മാത്രമേ യാത്ര ചെയ്യൂ. അല്ല, ഞാനും ഇങ്ങനെ വിചാരിക്കേനു ഒരു കൊല്ലത്തേക്ക് ഗൾഫിലാറ്റാൻ പോയി വന്നാലോ, അപ്പോഴേ കുഞ്ഞു കുറച്ച് വലുതാവുമല്ലോ. അപ്പൊ കഷ്ടപ്പാടൊന്നും അറിയണ്ടല്ലോ അല്ലേ, വന്നാ നേരെ അങ്ങ് എടുത്താ. അല്ല, അതുകൊണ്ടല്ല ഈ ആണുങ്ങൾ ശരിക്കും വെച്ചാ എവിടെ ആണുങ്ങൾ നിൽക്കാത്ത എന്താ അതിന്റെ ഒരു കാരണം വെച്ചാൽ പെണ്ണുങ്ങളെ പോലെ നമുക്ക് ഇത് ചെറിയ ഓരോന്ന് കാണുമ്പോൾ ബേജാറായിരിക്കും. ആണുങ്ങൾക്ക് അതെ അത് തന്നെ, അതാണല്ലോ പെണ്ണുങ്ങൾ വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ തന്നെ സഹിക്കണം. അതൊരു വെപ്രാളം അല്ലേ, അത് എല്ലാ ആണുങ്ങൾക്കും ഉള്ള. അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് ഞാൻ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാലോ? 2 ദിവസം ആക്കണ്ട. പിന്നെയുള്ള ഫുഡൊക്കെ നമുക്ക് കിട്ടൂലേ. ഓക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, ഞമ്മക്ക് എന്നോട് വന്നപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചത്. എവിടാ? വിവിധ. എവിടാ? ഇവിടെ. അല്ല, എവിടെ പഠിച്ചേ? ഏത് സ്കൂള്? കോപ്പറേറ്റീവ് കോളേജിൽ MA പഠിക്കുമ്പോ. MA വരെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? കണ്ട MA വരെ പഠിച്ചാലും അല്ല, നമ്മളെ തറവാട്ടിലൊന്നും MA വരെ പഠിച്ച ഒരാള് പോലും ഇല്ല. അല്ല, തറവാട്ടിൽ ആരെയുണ്ടോ MA വരെ പഠിച്ചേ? എന്നെ കണ്ടിട്ട് പലരും പല സ്ഥലത്ത് നിന്ന് ടീച്ചറാന്ന് ഡോക്ടറാന്ന് ചോദിച്ചോന്ന് കാണിച്ചു തരാം. ഡോക്ടറാണ് സത്യമായിട്ടും ചോദിച്ചിക്കണ്. അത് ഡോക്ടർ ലുക്ക് ഉണ്ട് ലൈസൽക്ക. അല്ല, ഡോക്ടറാണെന്ന് ചോദിച്ചേ. അപ്പൊ അവള് പറഞ്ഞ അല്ലാന്ന്. അപ്പൊ ലൈസൽക്ക കുറച്ച് സപ്പോർട്ട് ചെയ്തേക്ക്, കാരണം അങ്ങ് വരെ എത്തണ്ടല്ലേ എന്താണ്. അല്ല, ഇടത് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇല്ലോ, ഇങ്ങനെ ഒക്കെ ഒരു ഡോക്ടറെ ലുക്ക് ഉണ്ട്. അല്ല, അത് മാത്രല്ല, പണ്ട് എന്നോട് കൊറേ പേര് പറഞ്ഞു എനിക്ക് നടി പ്രിയാരാമന്റെ ഒരു കട്ട്. എന്നിട്ട് അല്ല, കൊറേ ദൂരം ഉണ്ടല്ലേ നാട്ടിൽ ഇവിടത്തേക്ക്? 2 ബസ്സാലേ വാങ്ങിക്കാറുണ്ട്. കാര്യമില്ല മക്കളെ, നിങ്ങളൊന്ന് സൂക്ഷ്മമായി എന്നെ വീക്ഷിച്ചാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നോട് ഇവിടെ ഇടക്കിടക്ക് പറയും, കാരണം എനിക്കിപ്പോ അത് കാണൂലല്ലോ. ഓനാരാ? ചെറിയോനപ്പുറത്ത് ഒന്നും ആട്ടിത്തരുമോന്ന് ചോദിച്ചാ അവിടെ വിഷമിച്ചിരിക്കുന്നത്. ഉപ്പയും ഉമ്മ എടാ ഇങ്ങോട്ട് പോയി നടുക്കിരുന്നോ? മോനെ അതും പര്യാപ്തനാവാനായിക്കില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്നോ. കുറച്ചെങ്കിലും സമാധാനം ചാടി ഇരുന്നോട്ടെ. എന്നാ ഓനൊരു സമാധാന പ്രിയനാന്ന് തോന്നില്ലേ? ഇതാ നല്ല സ്വസ്ഥായിട്ടാണ്. അതെ അതെ അതെ, മെച്യൂരിറ്റി ആയാ പോയി. എപ്പോ ഇങ്ങനെ നടക്കാം അല്ലേ? അതെ, മെച്യൂരിറ്റി അല്ല ഉള്ളില് മതി അല്ലേ? പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു വന്ന് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ബേബി ഉണ്ടായ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഏത് കാര്യത്തിനേനോ? സ്ട്രഗിൾ ചെയ്തത് കുട്ടീനെ ഫീഡിങ് ചെയ്യാൻ. കാരണം കൂടെ ആളില്ല, പറഞ്ഞ മാതിരി തന്നെ ആൾക്കാർ കുറവാണ്. പിന്നെ വയസ്സായ ഉപ്പയല്ലേ ഉള്ളത്, അവരെ നമുക്ക് എപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അപ്പൊ എടുക്കാനായിരുന്നു ആദ്യത്തെ. പിന്നെ ഫീഡിങ്ങിനകത്ത് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശ്വാസം നമ്മൾ ഉറക്കത്തിൽ അറിയാതെ ഉറങ്ങിപ്പോയാലോ, തൊട്ടി കിടക്കുമ്പോ ഛർദിക്കുമ്പോ, അങ്ങനത്തെ ഓരോ വിഷയം. എത്ര മാസം നമ്മൾ അങ്ങനെ ഒരു ഞാൻ എന്താ എക്സ്പീരിയൻസ് കേട്ടോ? എന്നിട്ട് അതങ്ങനെ റിക്കവർ ആയി വന്നതാ അല്ലേ? നമ്മള് 3 മാസം വരെ ആളെ വെച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇവരെ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, പെട്ടെന്ന് കാഴ്ച പോയ ആളുകൾക്ക് അവർക്ക് കുറച്ചും കൂടെ ഉൾഭയം കൂടുതലായിരിക്കും. ജിലുവിന് പെട്ടെന്ന് കാഴ്ച പോയതാ? ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കര ബഹുമാനം. അർജന്റ് ഓളാന്ന് എടുത്താ. ഇത് കാഴ്ച അല്ലേ? മോനിതാ രണ്ടാളെ ഊഞ്ഞാലാട്ടുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്.
ഓൻ എൻജോയ് ചെയ്യുന്നല്ലേ. എടാ ഇഞ്ഞാടിരിക്കും, ഇഞ്ഞാടി തരണ, ഇഞ്ഞ ഇവിടെ നടുക്കിരുന്നോ മോനോ? അവന്റെ ഉപ്പാനോടും ഉമ്മാനോടും ഉള്ള സ്നേഹമല്ല അത് അല്ലേ? ആർക്കറിയാം എന്താണ് ഈ സ്നേഹത്തിന്റെ ആവശ്യം. ഇപ്പൊ എന്തായാലും ഒരു അധികം കോസ്റ്റ്ലി ആയിരിക്കൂല, അത് കുറച്ചുകൂടി കഴിഞ്ഞാലേ വരും. ഇപ്പൊ ഒരു 100 റുപ്യ അല്ലെ 200 റുപ്യന്റെ ഉള്ളിലുള്ളതേ ഉണ്ടാവും. ഓനൊരു 10-20 ആ റേഞ്ചിലാണ്. അതെ. പറഞ്ഞ പോലെ അത് ശരിയാ. ചിന്നു എവിടെയുള്ള വന്നില്ല, അവക്ക് ചെറിയ ജലദോഷം. അപ്പൊ ഇനി കാറ്റടിച്ചാൽ ഇനി കൂടിയ നാളത്തെ സ്കൂളും ഉണ്ടാവൂല. ഓള് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വരുമ്പോ, ചെറിയ ബേബി അല്ലേ, എന്റെ ജലദോഷം മെച്യൂരിറ്റി അല്ലേ, പീക്ക്. സന്തോഷം തോന്നും. അതെ, കുട്ടികള് മനസ്സിൽ ഓള് ഓട്ടോ വിളിച്ചിട്ടാ ബസ്സിനാണ് എന്ന് സാധാരണ നമ്മുടെ ബസ്സിനാ പോയി വരിക, നടന്നു വരും. അത് കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങിയിട്ട് ഇന്നലെ ഇപ്പൊ അറിയാതെ ബസ്സിൽ കയറിയോടെ ആൾ ഉറങ്ങിപ്പോയി. അപ്പം കുറച്ച് ദൂരത്തിൽ ഇറങ്ങി. അപ്പൊ പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായെങ്കിലും പിന്നെ ഓട്ടോ പിടിച്ച് ആള് പോകുന്നു. വീട്ടിൽ വന്നപ്പോ ഞങ്ങളില്ല, ഞങ്ങൾ ടൗണിൽ പോയതാ. അപ്പൊ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പൈസ. പിന്നെ ഞാൻ പൈസ വെക്കണ സ്ഥലമൊക്കെ അറിയാം, അവിടെ പോയി നോക്കിയപ്പോ ഉണ്ട്. അപ്പൊ അതെടുത്ത് കൊടുത്ത് എന്നിട്ട് നമ്മളെ വിളിച്ചും പറഞ്ഞു. നല്ല മോളിലെ അവള് പാനിക്കാണ്ട് ഹാൻഡിൽ ചെയ്തല്ലേ. മാനേജ് ചെയ്തു. അതെ അതെ. ഓളിപ്പോ എത്രല്ല പഠിക്കുന്നത്? 4ാം ക്ലാസ് പഠിക്കുന്നല്ലേ ഉള്ളൂ. അതെ. ഇസൽക്കാ എന്നാലും പൈസ വെക്കുന്ന സ്ഥലം അടുക്കളയിലെ മരുന്ന് കുപ്പീന്റെ ഉള്ളിൽ തന്നെയല്ലേ? അല്ല, അതങ്ങനെ നമ്മള് പുറത്ത് പറയാൻ പറ്റുമോ? ഫ്രിഡ്ജിന്റെ അടിയിലാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് വെറുതെ ആരും കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവര് പിന്നെ അരിന്റെ ആക്കിലെല്ലാം വെക്കൂ. എന്താ പൊന്നിയാണോ വാങ്ങല്? അതാകുമ്പോ വേഗം കുഴിച്ച് വെക്കാൻ പറ്റും. ചെറിയ അരിയായ ആ വീഡിയോ കണ്ടിക്കില്ലേ, നൂർജഹാൻ. ഏതെങ്കിലും നൂർജഹാൻ എന്ന് പേരുള്ള എറിയോള് കേക്കണ്ട. തോന്നിയൊരു സാധനം എന്താ അറിയോ, ബ്ലൈൻഡ്, രണ്ടുപേരും ബ്ലൈൻഡ് ആയിട്ടുള്ള, ഞാൻ ഒരു വയനാട്ടിലുള്ള ഒരു ഉണ്ണിയേട്ടനും സാജി ചേച്ചി ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇവരെ മക്കളെക്ക് പൊതുവെ ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഈ പറഞ്ഞ മെച്യൂരിറ്റിയും ഈ പറഞ്ഞ ഒരു ഈ കാര്യങ്ങളെ സമയോചിതമായി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ കണ്ടൊരു സാധനമാണ് എനിക്ക് തോന്നിയത്. എല്ലാരും അങ്ങനെയാണെന്നല്ല, എന്നാലും കൂടുതലും പ്രത്യേകിച്ച് 2 കൂട്ടരും ബ്ലൈൻഡ് ആയിട്ടുള്ള അവരുടെ കുട്ടികൾക്ക്. നമ്മളിങ്ങനെ ഇപ്പൊ ഇവരെ ചിന്നൂനൊക്കെ ആണെങ്കിലും നമ്മളൊരു 6-7 വയസ്സ് മുതൽ എല്ലായിടത്തും കൊണ്ടുപോകല്ലേ. കൊണ്ടുപോകുമ്പോ നമ്മളെ വടി എടുക്കാനൊന്നും ഒരു സമ്മതിക്കൂല, അതുപോലെ തന്നെ ഗൈഡ് ചെയ്യല്, ഒരു കൈ പിടിച്ച്. ഇപ്പൊ ഓൾക്ക് നമ്മളെ ആ ഒരു ഇത് മനസ്സിലായി. ഇപ്പൊ എന്റെ കൈ എടുത്ത് തോളിലേക്ക് അങ്ങ് വെക്കുക ചെയ്യാം. ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒന്നും പറയൂല. ഒരു ഫ്രണ്ടിൽ അങ്ങ് നടക്കും. അത് തന്നെ. അതെ, അതാണ് ആ മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാവും എന്തായാലും. അത് ഭയങ്കര ഈ അനുഭവം കൊണ്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അതെ. അന്ന് കരയോഗത്തിന്റെ ഒരു മീറ്റിംഗ്, ചെറിയൊരു മീറ്റിംഗ്. മോളെ അന്നേരം പീക്ക് സമയാ. ഇന്നോ നാളെയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞു നിക്കുന്നേ. പക്ഷെ ഇപ്പൊ ഇറങ്ങി. എന്തായാലും അതിന് പകരമായിട്ടൊരു 2-3 ദിവസം. എടാ മോനൂസാ, അത് ഇങ്ങോട്ട് വരി, അത് നമ്മളെ ഏരിയ അല്ല. വാ അത് ഓഫീസാ. എടാ മോനോ വാ. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. കുട്ടി പറഞ്ഞത് വല്ലാതൊന്നും ഓന് ഉഷാറാ. അല്ല മോനാ. ഡാ റോഡും പോറതേ, ഇങ്ങി വാ. അങ്ങോട്ട് പോയിക്കോ. വീഡിയോ എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപദേശം കൂടി അവളോട് വാങ്ങിക്കോ അല്ലേ? അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ പേര്, പാത്തുക്കുട്ടി. ഞാൻ വിചാരിച്ച അതേ പേരല്ല എനിക്ക്. ഞാൻ കണ്ടേരം വിചാരിക്കും പേര് പാത്തു എന്നായിരിക്കും. ഫാത്തിമ മിർസ.
അതെ, എത്രല്ല പഠിക്കുന്നേ? 5-ല് അല്ലേ? ആ, പാട്ട് പാടലുണ്ട് എന്ന് പറഞ്ഞേ? നീ പാട്ട് പാടലുണ്ട്? എന്നിട്ടാ എന്നാ ഒരു പാട്ട് പാടിയാ? പാടിക്കോ? കമോൺ. കൊട്ടാകെ ബേജാറാകുന്നുണ്ട് അല്ലേ എല്ലാം കൂടി? ആ, അതെ അതെ അതെ. ആ, എന്നെ മാത്രം വീഡിയോയിൽ എടുത്തില്ല എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഇത് നമ്മളെ നെയ്ബറാണ് കേട്ടോ, ഇവരെ റൂമാണിത്. ഏത് മാഷാ? ആ, അടഞ്ഞ് വീണിട്ടുണ്ടെങ്കില് മുട്ട നല്ലോണം പരിക്ക് പറ്റും കേട്ടാ. ഈ ജിലോടെ ഇരുന്ന സ്ഥലമുണ്ട്, സ്ഥലമുണ്ടടാ. 2 ആള് ഇരിക്കേ. ആ, ഹിന്ദി വേണ്ടോ അല്ലെ മലയാളാണോ? അല്ലേ മാപ്പിളയോ? എന്നാ ജയ്സൽക്കാർ പാട്ട് പാടിക്കൊടുക്ക്. പാട്ടിന്റെ ഇടക്കൂടെ തലയടിച്ച് വീഴുന്ന ഒച്ചയായിരിക്കും. വെള്ളിയാഴ്ച കോൽക്കളി കളിക്കാനുള്ളതാണ്. മോനുസിന് ആനുവൽ ഡേ വയംപോകാം ഏതൊക്കെ പൊട്ടി ഹൃദയം മുട്ടി നടുവിൽ ചുറ്റി സിറ്റി നടുവിൽ ചുറ്റി വയ്യും തെറ്റി പണി കിട്ടി ബനാനെ ഒരു പൂ തരാമോ? ബനാനെ ഒരു കായ് തരാമോ? പൂങ്കൊടി തായ് വരത്ത് 1000 തായ് ഇതൊക്കെ ഉണ്ടായിട്ടാ? ആ, 2 ആകുമോ 3 ആകുമോ 5 ആകും? എത്ര ആകുമോ? ഇതാണ് മാഷ എന്ന് പറയുന്നത് അല്ലേ? പറഞ്ഞങ്ങ് പാട്ട് പഠിപ്പിച്ച. അപ്പൊ ഇവരങ്ങ് പോവാന്നാ പറയുന്നത്. നിങ്ങള് പോവാ? പുതിയ വീട്ടിൽ വരുന്നുണ്ട്. എടാ അതാ ഒരു റൂമാട് ഒഴിച്ചിട്ടേക്ക്. പിന്നെ ഇവലെ പൊരേ കൂടല്ല ഒരു ഫാന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞേന്. നിങ്ങളൊരു ഫാന് വെക്കാണ്ട് കേടെങ്കിലും ഇവിടെ ലൈറ്റ് റിമോട്ടിന്റെ ആയാലോ ഫാന് അല്ലേ? നിങ്ങളാടെയാ? മാഷാ അല്ലാ, ഹൈടെക് AC ഇട്ടോട്ടടാ. അവിടെ അതിന് കുറച്ചുകൂടി ഭക്ഷണം കഴിക്കണം എന്നാലേ ആവും. അത് ഞെക്കണമെങ്കിൽ ശേഷം മെനക്കാണ്. ഞാൻ ഞെക്കേ ആ ആന്നില്ല. എന്ത്? അങ്ങനെയല്ല, ഞാൻ ചോദിച്ചിക്ക് എന്നാ മാണ്ടേന്ന്. ഞാൻ ഒരു ഹൈ ലെവൽ എന്തെങ്കിലും വിചാരിച്ചു. ജിലു പറഞ്ഞ ഫാന്. ഞാൻ പറഞ്ഞ ഫാനോ? ഞാൻ ഹൈ ലെവൽ ആയിട്ട് എന്തെങ്കിലും ഞാൻ ഹൈ ലെവൽ ഞാൻ ഉദ്ദേശിച്ച സോപ്പ് ബോക്സോ മിന്നുന്റെ സ്ഥിരമായ പൊളിയുന്ന ഗ്ലാസോ. പൊളിയുന്ന ഗ്ലാസ്സാ ഞങ്ങള് സ്പെഷ്യലിസ്റ്റ് ഇട്ടാ. പൊരേ കൂടുതലായാലും കല്യാണം ആയാലും ഞങ്ങളൊക്കെ പൊളിയുന്ന ക്ലാസ്. ഞാൻ ഇവരെ ഇറക്കിയിട്ട് വരാം. എന്നിട്ട് പേര് എഴുതാതെ കൊടുക്കുകയും ചെയ്യും. മുടി ഒരു 80%. ഞാൻ ഇപ്പൊ തൊപ്പി ഇട്ടിട്ടുള്ള തൊപ്പിത്തട്ടാ എന്താ അല്ല, ഇത് സാധാ തൊപ്പി തിരിച്ചിട്ടതാ. അപ്പൊ ജയ്സൽക്കയും ജിലുവും ഒക്കെ പോയിട്ടോ. പിന്നെ ഓലെ വണ്ടി കയറ്റി കൊടുത്തതാണ്. എന്നാളെ മിന്നു ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഓലൊക്കെ പോയി. പിന്നെ നമ്മൾ കാണാൻ കരിങ്കല്ലത്താണ് ഇന്ന് 2 ടീം വന്നിരുന്നു കേട്ടോ. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത്രയും ദൂരത്തു നിന്നൊക്കെ വന്ന് ഒരുപാട്
സന്തോഷം കേട്ടോ. ഒരുപാട് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു വേറൊരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ കരിങ്കല്ലെത്താൻ നല്ല ദൂരം ഇല്ലല്ലോ ഇവിടുന്ന് പിന്നെയോ 3/4 മണിക്കൂറോ? മാഷാ അല്ലാ. എന്തായാലും സന്തോഷം. പിന്നെ അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. തലേ തട്ടിടാത്തതുകൊണ്ട് അവളെ ഇപ്പോൾ കാണിക്കാനൊരു നിർവാഹവും ഇല്ല. എന്താ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അപ്പോൾ ജിലു വന്നത് ഒക്കെ കുറച്ചൊരു ആശ്വാസമാണ് ഇല്ല പിന്നോ? അപ്പോൾ അവൾ പല കാര്യങ്ങളും, അതായത് കാഴ്ച പരിമിതി ഉള്ളവരാണ് അവർ 2 പേരും, ജിലുവും ജയ്സൽക്കയും. അപ്പോൾ എന്നിട്ട് ഒരു 2 മക്കളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു പേരൻസാണ് അവർ. അപ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് അറിയുന്ന ചെറിയ ഒരു ഉൾഭയം, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ കട്ടക്കാണ് എല്ലാവരും. ഉമ്മ ഉണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട് അവളെ കൂടെ. അവളൊറ്റക്കൊന്നും അല്ല, എല്ലാത്തിനും നമ്മൾ കട്ടക്കാണ്. ആരും വേണ്ടേ? എങ്കിലും ഒക്കെ ചില സംശയങ്ങളൊക്കെ വിളിക്കണ്ട, എങ്കിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ ജിലു പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് വന്നിട്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. വിളിക്കുന്നുണ്ട്.